ആ വേഗം ആവട്ടെ വേഗം ആവട്ടെ. പെട്ടെന്ന് 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 ഇറങ്ങ ഇറങ്ങ. പെട്ടെന്ന് ഇറക്കടോ. ആ ഞാൻ പിടിച്ചരാം. ശരി. വലിയ ഉപകാരം. ആ ശരി. അമ്മുക്കുട്ടിയമ്മ ഇറങ്ങിയില്ലേ? ഇതെന്തൊരു ഉറക്കാൻ മൂട്ടിയമ്മ ഇത്. ഞങ്ങൾ ഇനി തിരിച്ചു പോവാ. വേണേ പോന്നോ? ഗുരുവായൂരപ്പനെ ഒരു പ്രാവശ്യം കൂടി തൊഴുതിട്ട് പോരാം. പോടാ, കളിയാക്കാതെ. പുലർച്ചയ്ക്ക് എഴുന്നേറ്റതല്ലേ, കാറ്റടിച്ചപ്പോ കണ്ണൊന്ന് അടഞ്ഞുപോയി. മലയാള മാസം 1-ാം തീയതി അന്ന് ഞങ്ങളൊക്കെ ഓർക്കുന്നതേ വണ്ടിയിൽ അമ്മുക്കുട്ടിയമ്മേനെ കാണുമ്പോഴാ. അതിനൊരു മുടക്കാൻ വരാൻ പാടില്ലെന്നുള്ള പ്രാർത്ഥനയേ എനിക്കുള്ളൂ. അതെ അതെ. 1-ാം തീയതി ഗുരുവായൂരപ്പനെ കണ്ടൊന്ന് തൊഴുതാലേ അതുവരെയുള്ള സങ്കടങ്ങളൊക്കെ പോയി മുന്നോട്ട് പോകാനുള്ള ശക്തി വേറെയും കിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മുടെ ലീഡർ അതൊരു പതിവാക്കിയിരുന്നത്. അതിന്റെ പുണ്യം മരിക്കുന്നത് വരെ അങ്ങേർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റാ. മണിയാ, ആ കുറച്ച് ഗുരുവായൂർ പാപ്പടം വാങ്ങിയിട്ടുണ്ട്, നളിനിക്ക് കൊടുത്തോ. ഇത് തരാനായിട്ട് ഇനി അങ്ങോട്ട് നടക്കണ്ടല്ലോ. മിന്നുവിന്റെ കയ്യിലേക്ക് കൊടുത്തേക്കരുതി. ആഹാ, നിന്നെ ഞാൻ കണ്ടില്ല. ദാ ഇത് കൊണ്ടുപോയി വീട്ടിൽ കൊടുക്കേ. നീ ഇതിന് തെങ്ങേറ്റം കൂടി ഒന്ന് പഠിപ്പിച്ചോളും മണിയാ. പിന്നെ ചെത്തലും കല്ലെടുക്കലും ഒക്കെ ഇവിടെ അയക്കോളും. മിന്നു, എന്താടി ഇത്? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ആ പപ്പടം അമ്മുകുട്ടി എടുത്തി ഗുരുവായിരുന്നു വന്നു. ഇതകത്തുകൊണ്ട് വെക്ക്. അകത്തുകൊണ്ട് വെക്ക്. എത്തിയില്ലോ. നിങ്ങൾ അമ്മയും മോനും ഇങ്ങനെ വീടും പൂട്ടി പോയാല് എന്തെങ്കിലും ഒരു കാര്യത്തിന് കാണാൻ വരുന്ന ഒരു ദുരിതത്തിലായി പോലും എന്റെ അമ്മക്കുട്ടിയമ്മേ. ഇന്ന് 1-ാം തീയതി അല്ലേ ശങ്കര? അറിഞ്ഞു. അത് രാവിലെ തന്നെ ഗുരുവായൂർക്ക് വിട്ടെന്ന് മത്തായി ചേട്ടൻ പറഞ്ഞു. ആ പ്രസാദത്തിന് ഇവരേതാ? ഗുരുവായൂരപ്പാ, അജയനെ കാണാൻ വന്ന ഒലവക്കോട്ടുന്ന്. ഒതുക്കത്തിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റൂ ശങ്കരേട്ടാന്ന് അവൻ എന്നോട് ചോദിച്ചിരുന്നേ. എന്ത് ബിസിനസ്? അതാണ് ഞാനും ആലോചിച്ചത്. പാലക്കാട് ടൗണിൽ നല്ലൊരു ഫോട്ടോ സ്റ്റുഡിയോ കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷെ അജയന് താല്പര്യമില്ല. എന്നാ പിന്നെ റൂട്ടടക്കം ഒരു ബസ് ആയാലോ എന്ന് ഞാൻ ചോദിച്ചു. ബസ്സും വാങ്ങി. അവസാനം യൂണിയനും തർക്കും തമ്മിത്തല്ലുമായി ഉള്ള കാശും മാനവും ഒക്കെ കളഞ്ഞ് എന്നെ ഗൾഫിലേക്ക് തന്നെ കെട്ടിക്കാനുള്ള ഏർപ്പാടാണോ എന്ന് ചോദിച്ച് എന്റെ നേർക്കൊരു ചാട്ടം. അല്ല, അങ്ങനെ അനുഭവങ്ങളുണ്ടല്ലോ. ഇതിപ്പോ അവന് ഇഷ്ടപ്പെടുന്ന കേസാ. കൃഷിയിൽ എന്തായാലും കമ്പണ്ടല്ലോ. കൃഷിപ്പണിക്ക് വേണ്ട ആയുധങ്ങൾ, ഈ കൈക്കോട്ട്, പിക്കാസ്, കോടാലി, വെട്ടുകത്തി, ഇതൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു ഫാക്ടറി ഇവിടുന്ന് അധികം ദൂരത്തുമല്ല. നിനക്ക് എന്തിന്റെ കേടാ ശങ്കര? ഇപ്പോൾ തന്നെ നോക്കി നടത്താൻ ഇവിടെ ആളില്ല. നാട്ടിൽ തിരിച്ചെത്തിയ പുതുക്കത്തിൽ കുറേ നെൽപ്പാടങ്ങൾ വാങ്ങി. പിന്നെ അടക്കയുണ്ട്, പച്ചക്കറിയുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് അട്ടപ്പാടിയിൽ പോയി കുറെ തോട്ടം മേടിച്ചത്. അതിന്റെ കൂടെ ഒരു ഫാക്ടറി കൂടി ഇരുന്നോട്ടേന്ന്. ഇരുമ്പിന് നമ്മൾ വെള്ളം ഒഴിച്ച് വളട്ട് കാത്തിരിക്കൊന്നും വേണ്ട. സ്വിച്ച് ഇട്ടാ നടക്കുന്ന മിഷനും അത് നടത്തിക്കാനറിയുന്ന പണിക്കാരും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ അജയം പറഞ്ഞിട്ടല്ലേ ഞാനിതൊക്കെ അന്വേഷിച്ചത്. എന്നാ പിന്നെ അവനോട് തന്നെ ചോദിക്കേ. അല്ല, അതിനിപ്പോ മൂപ്പരെവിടെ ഉണ്ട്? 10-18 വയസ്സ് മുതൽ അന്യനാടുകളിൽ കഴിഞ്ഞതല്ലേ. തിരിച്ചു വന്നിട്ട് ഇപ്പോഴും പുതുമ മാറിയിട്ടില്ല. കാലത്ത് മോട്ടോർ സൈക്കിൾ എടുത്തങ്ങ് ഇറങ്ങും. ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്നിടത്തൊക്കെ അവനും കാണും. ഇത് അപാര സംഭവമാണ് കേട്ടാ. ഇത് ശിങ്കാരി മേളമല്ല, ശൃംഗാരി മേളമാണ്. ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ പെട്ടു, പിന്നെ അടുത്തൊന്നും മാറാൻ തോന്നില്ല. ഇത് എത്ര ദിവസമായി പ്രാക്ടീസ്? കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇവിടെ വെച്ച് പഠിപ്പിക്കാൻ നമ്മുടെ മാരാരും സമ്മതിക്കില്ലല്ലോ. ഇന്ന് 2 കൽപ്പിച്ച് ഞാൻ എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതെന്താ കൃഷ്ണേട്ടാ ഈ ശിങ്കാരി മേളത്തിനോട് ഇത്ര എതിർപ്പ്? മേളപ്രമാണങ്ങളെ കുറിച്ച് ഇത്തിരി വിവരണ്ടായി പോയി, അതുകൊണ്ട് തന്നെ. വിവരം പുഴുകി തിന്ന വയറ് നിറയോ ജയ? പണ്ട് പൂരത്തിനൊക്കെ കൊട്ടാൻ പോയിരുന്നാ, സമ്മതിച്ചു. ഇപ്പൊ ദൈവം സഹായിച്ചൊരൊറ്റ ആളും വിളിക്കണില്ല. എന്തോണ്ടാ വിളിക്കാത്തേ? എന്തുകൊണ്ടാ? അസൂയ. ചെമ്പട 4ാം കാലം വെറും 12 ദിവസം കൊണ്ട് കൊട്ടിപ്പടിച്ചവനാ ഞാൻ.
എലഞ്ഞിത്തറയിൽ എന്റെ മേളം കണ്ടിട്ട് മട്ടന്നൂർ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. പേരുവനം കുട്ടന്മാരാജ് ഈ കാലിൽ വീണ് നമസ്കരിച്ചിട്ടുണ്ട്, അറിയോ? എന്താണ് ചെയ്യുന്നേ? ഇനി ഇതുപോലെ കൊട്ടി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമസ്കരിച്ചത്. എത്ര അറിവുണ്ടായിട്ട് എന്താ? കള്ളം കുടിച്ച് കൊട്ടാൻ പോയാ പിന്നെ അച്ഛൻ ആരെങ്കിലും വിളിക്കോ? ആരാടി കളി കുടിച്ച ഞാനോ? വിട്ടുകള കൃഷ്ണേട്ടാ, ഇപ്പൊ ഇവിടെ നിന്ന് പഠിച്ചെടുത്തോട്ടെ. ഒന്നുമില്ലേ, ചെണ്ട മേളമൊക്കെ തന്നെയല്ലേ എന്ന് വെച്ച് കല്ലുവഴി കൃഷ്ണന്മാരുടെ മേളത്തിന് മുമ്പിൽ ഇതൊന്നും അല്ല. അത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. നിങ്ങൾ തുടങ്ങിയോ? എന്നാ പിന്നെ നോക്കല്ലേ. ഞങ്ങൾക്ക് ഇത് നടത്താൻ പറ്റാഞ്ഞിട്ടോ നഷ്ടത്തിലായിട്ടൊന്നുമല്ല. പാർട്ടീഷൻ കഴിഞ്ഞപ്പോ 2 പെങ്ങന്മാർക്കും കൂടി അതിന്റെ അവകാശം. പണമായിട്ട് കിട്ടിയ 2 പേർക്കും തുല്യമായിട്ട് വീഴ്ച കൊടുക്കാലോന്ന് വെച്ചു. എനിക്കും ഇത് അത്യാവശ്യമൊന്നുമല്ല. മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആയതുകൊണ്ടാ വന്ന് കണ്ടത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, അല്ല, കുറെ കാലം മദ്രാസിലും ബോംബെയിലും ഗൾഫിലായിട്ടൊക്കെ പണിയെടുത്തതല്ലേ. കാശുണ്ടാക്കാനായിരുന്നു അവിടെ തന്നെ കൂടിയാൽ മതിയായിരുന്നു. പക്ഷെ നാട് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇവിടുത്തെ മഴ, കാറ്റ്, നമ്മൾ വിതച്ചുണ്ടാക്കുന്ന നെല്ല്, നട്ടു വളർത്തുന്ന പച്ചക്കറികൾ, ഓണം, വിഷു, നാടൻ കലകൾ, ഇനിയുള്ള കാലം അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ കഴിയണം. ആസ്വദിക്കലല്ല, അജയൻ ഇവിടെയും നല്ലോണം അധ്വാനിക്കുന്നുണ്ട്, പാടത്തും പറമ്പിലും. ശങ്കരേട്ടാ, ഇവര് പറഞ്ഞതും നമ്മൾ കണക്ക് കൂട്ടിയതുമായിട്ടുള്ള ഒരു എമൗണ്ട് ഞാൻ പറയും. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇതെടുക്കും. അത് ഓക്കെ ആകും അല്ലേ? അത് ആവും.